പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും 2-3 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടെണ്ണാനുണ്ട്. ആ വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 10,000-ന് മുകളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ വോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത്. ആ തയ്യാറെടുപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതനുസരിച്ച് കാര്യങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അത് UDFുമായി ചർച്ച ചെയ്തുകൊണ്ട് UDFിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ 2 പ്രാവശ്യം വിജയിച്ചു എന്ന് പറയുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. അതല്ലാതെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചല്ല വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് വിലയിരുത്തൽ നടത്തിയാൽ മതി. LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ച് വിജയം കൈവരിച്ചപ്പോഴും ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.